അപ്പോൾ ബിഗ് ബോസ് സീസൺ 6 ഈ വീക്കെൻഡ് എപ്പിസോഡ് ഇല്ല എന്നാണ് ഇപ്പോൾ കാണുന്നത്. കാരണം അവരെല്ലാവരും ഹൗസിലുള്ള ആളുകൾ പോലും അറിഞ്ഞിട്ടില്ല. അവരെല്ലാവരും രാവിലെ ഇന്ന് ഡ്രൈ ഡേ ആണ്. അപ്പോൾ ഇന്ന് ടാസ്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും കിടന്നുറങ്ങാന്നുള്ള രീതിയിൽ കിടന്നുറങ്ങുകയും പട്ടി ഉറക്കുകയൊക്കെ ഉള്ള സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അവരും ആകെ ഡൗട്ട് അടിച്ചിരിക്കുകയാണ്. കാരണം ഇന്ന് അവർക്ക് ബേസിക്കലി ഡ്രൈ ഡേ ആണ്. ഇന്ന് അവരുടെ പണികളൊക്കെ തീർക്കുന്ന ദിവസവും അവർ കിടന്നുറങ്ങുന്ന ദിവസമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ടോട്ടലി കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്. ഇന്ന് എന്താണ് പ്രശ്നം, എന്താണ് പ്രത്യേകത, ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ജാസ്മിനൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കിതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ചില ടൈമിൽ ഒട്ടുമിക്ക ദിവസം ഉണ്ടാവും ഇങ്ങനത്തെ കാര്യം. ഈ അപ്സരയും ജാസ്മിനും കൂടി ഇരുന്നുള്ളൊരു കോൺവെർസേഷൻ സത്യം പറഞ്ഞാൽ അടി ഉണ്ടാക്കുമ്പോഴതല്ല, അല്ലാണ്ട് നോർമലി ഇരുന്നിട്ട് ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ ഉണ്ട്. പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുള്ളൂ. ഇനി ഞാൻ കുറച്ച് നേരം അവരുടെ സംസാരം കേട്ടിരുന്നത്. കാരണം ഇവർ രണ്ടുപേരും പറഞ്ഞ രണ്ട് എക്സ്ട്രീമിലെ കാര്യങ്ങളാണ്. പക്ഷേ അത് രണ്ടും കൂടി സിങ്കായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു കോംബോ ആണ് ഈ അപ്സര ജാസ്മിൻ എന്ന് പറയുന്നത്. ഇന്നലെ തന്നെ ഭയങ്കര വലിയ കോൺട്രവേഴ്സി ആയ ഒരു സിറ്റുവേഷനാണ്. അപ്സരയും ജാസ്മിനും അടിയായി, ഫിസിക്കൽ അസോൾട്ടിൻ്റെ പേരിൽ ജാസ്മിൻ പുറത്തു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എൻ്റെ പൊന്നു. അതിൽ ജാസ്മിൻ എന്നുള്ളൊരു വ്യക്തി അതിൻ്റെ അകത്ത് ഒരാളെ തല്ലിക്കൊന്ന് ബാത്റൂമിൽ കുഴിച്ചിട്ടാൽ പോലും അതിന് ജാസ്മിനെ പുറത്താക്കില്ല. ആ ഒരു ലെവലിലാണ് ഈ സീസൺ 6 പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾ ശ്രദ്ധിക്കുക, എല്ലാ ഫാമിലി വീക്കിലും എല്ലാ ആളുകൾ വരുമ്പോഴും ജാസ്മിന് ഒരു പ്രത്യേകതരം കൺസിഡറേഷൻ കിട്ടുന്നുണ്ട്. അത് എനിക്കൊന്ന് ക്യാമറ കൂടുതൽ ഫോക്കസ് ചെയ്ത് ജാസ്മിനെ ഹഗ് ചെയ്യണ കാര്യങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്നതാണ്. എല്ലാവരും നോർമലായിട്ട് പോകുന്നത്. എനിക്ക് ആകെ ഇത്തിരി വിയേർഡായിട്ട് തോന്നിയത് അൻസിബയുടെ അമ്മ വന്നതുകൊണ്ട് മാത്രമാണ്. അതും അതിന് പ്രത്യേക റീസൺസ് ഉണ്ട്. അല്ലാണ്ട് ബാക്കി എല്ലാവരും നോർമലായിട്ട് എല്ലാവരെയും പോയി ഹഗ് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അതിൽ ജാസ്മിനെ മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഫീൽ. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാറുണ്ട് എല്ലാവരും വന്നിട്ട് ജാസ്മിൻ്റെ നേരെ തിരഞ്ഞെടുത്തിറങ്ങിയതായിട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നലത്തെ ലൈവിൽ, അത് എപ്പിസോഡ് 69 ലൈവിൽ ഒരുപാട് കാര്യങ്ങൾ ജിൻഡോക്ക് ഫേവറായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നായിരുന്നു. അതൊന്നും ഒരു എപ്പിസോഡിലുണ്ടായിരുന്നില്ല, ലൈവിലുണ്ടായിരുന്നു, ഈ പ്ലസ് എപ്പിസോഡിലുണ്ടായിരുന്നില്ല. അത് കംപ്ലീറ്റ്ലി കട്ട് ചെയ്ത് കളഞ്ഞ്. കാരണം അപ്സരയുടെ ഹസ്ബൻഡ് വന്നിട്ട് ആ ഇതിൽ നമ്മൾ ലൈവൊക്കെ കാണുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു. അതായത് ശ്രദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് സായി മെഡിക്കൽ റൂമിലേക്ക് വരിക, ഈ വക കാര്യങ്ങൾ. അതായത് ശ്രദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ദിവസം ഒരു 10 തവണയെങ്കിലും ആളുകളെ മെഡിക്കൽ റൂമിലോട്ട് വിളിക്കുന്നത്, പിന്നെ ഇവരെല്ലാവരും കൂടി ഇരുന്ന് പാട്ട് പാടി വെറുപ്പിക്കുന്നത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പുള്ളി വിളിച്ചു പറഞ്ഞു. പിന്നെ അതിൽ പുള്ളി എടുത്ത് പറഞ്ഞ കാര്യമാണ് ജിൻഡോ അടിപൊളി പ്ലെയറാണ്. അതിൽ പുള്ളി വന്ന് അപ്സരയുടെ മുന്നിൽ വെച്ച്, അപ്സരയുടെ അല്ലേ ഹൗസിലെ എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു ജിൻഡോയുടെ പ്ലേ അടിപൊളിയാണ്, ജിൻഡോയുടെ ഗെയിം കണ്ടിരിക്കാൻ നല്ല രസം എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ജിൻഡോയെ എല്ലാവരും പോയിട്ട് പ്രൊവോക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ. അതായത് ഇത്രയും വലിയൊരു ജൈൻ്റ് ആയിട്ടുള്ളൊരു മനുഷ്യൻ്റെ പോയിട്ട് ഈ കുഞ്ഞു കുട്ടികൾ പോയിട്ട് വെല്ലുവിളിക്കുമ്പോഴും ഇത് ചെയ്യുമ്പോഴൊക്കെ അവർക്കൊരു കോമഡി ഫീലാണ്. കാരണം പുള്ളി ഒന്ന് എടുത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തീർച്ച പോകുന്നുള്ള ഫീലിൽ ഒരുപാട് കാര്യങ്ങൾ ജിൻഡോയെ പറ്റി പറഞ്ഞ് ഒരു ഡയലോഗ് പോലും എപ്പിസോഡിൽ വന്നില്ല എന്നുള്ളതാണ്. ഞാൻ സത്യം പറഞ്ഞ ഇന്നലെ ലൈവിൽ ആ ഒരു സിറ്റുവേഷൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ എപ്പിസോഡ് ജിൻഡോ തൂക്കും. കാരണം ജിൻഡോക്ക് വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ എപ്പിസോഡിലുണ്ടായിരുന്നു. കാരണം അത്രയും അടിപൊളിയായിട്ടാണ് അപ്സരയുടെ ഹസ്ബൻഡ് ജിൻഡോയെ പറ്റി സംസാരിച്ചത്. കംപ്ലീറ്റ് കാര്യങ്ങൾ കട്ട് ചെയ്ത്. പിന്നെ ഇന്നലത്തെ എപ്പിസോഡിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസൺ 6 എപ്പിസോഡുകൾ കമ്പയർ ചെയ്യുമ്പോൾ ബ്യൂട്ടിഫുൾ എപ്പിസോഡായിരുന്നു, അടിപൊളി എപ്പിസോഡായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ എനിക്ക് എപ്പിസോഡ് കാണാൻ പറ്റില്ല. ഞാൻ കുറച്ച് നേരത്തെയാണ് എപ്പിസോഡ് കണ്ടത്. അതുകൊണ്ടാണ് എൻ്റെ റിവ്യൂ ഡിലേ ആയത്. ബ്യൂട്ടിഫുൾ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത എപ്പിസോഡ്, അടിപൊളി. കാരണം ഒരുപാട് നല്ല കാര്യങ്ങൾ മാത്രം എടുത്ത് കട്ട് ചെയ്ത് അതായത് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളൊരു ഫാക്ടർ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഷോ കാണിച്ച പോലെയായിരുന്നു. സായിയുടെ വൈഫിൻ്റെ സ്നേഹയുടെ എൻട്രി ആയാലും അത് അടിപൊളി. ആ സമയത്ത് മഴ പെയ്ത് കൊടയൊക്കെ പിടിച്ചിട്ട് അതിലോട്ട് ആ പഴയ പാട്ടൊക്കെ ഇട്ട് കയറി വരുന്ന ആ ഒരു എൻട്രിയും കാര്യങ്ങളെല്ലാം അടിപൊളിയായിരുന്നു. എല്ലാം ഒരു സിങ്കായി കിട്ടിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവരുടെ ഇത് നമ്മുടെ ബിഗ് ബോസിൽ മലയാളത്തിൽ ആദ്യത്തെ ലിപ് ലോക്ക് വന്നിരിക്കുകയാണ്. ഒരേ എപ്പിസോഡിൽ തന്നെ 2 ലിപ് ലോക്കൊക്കെ വന്ന സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര വെറൈറ്റി ആണ്. കാരണം ഇതുവരെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും മലയാളത്തിൽ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ടാകുന്ന എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എപ്പിസോഡായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പ്ലസ് എപ്പിസോഡ് കണ്ടു. ഇതിൻ്റെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എപ്പിസോഡ്. അതായത് മെയിൻ എപ്പിസോഡ് നല്ല രീതിയിൽ നല്ല കണ്ടന്റുകളും നല്ല ഫീൽ ഗുഡ് കാര്യങ്ങളൊക്കെ വെച്ച് തന്നപ്പോൾ ഇതിൻ്റെ മറ്റൊരു വേർഷൻ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യണ രീതിയിലുള്ളൊരു ഐറ്റം ആയിരുന്നു പ്ലസ് എപ്പിസോഡിൽ വന്നത്. കാരണം അവിടെ സായിയുടെ ഇമോഷണൽ ആയിട്ടുള്ള സിറ്റുവേഷൻ, പിന്നെ അപ്സരയുടെ ഇമോഷണൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ഒരുപാട്, പിന്നെ ടീമുകൾ തമ്മിൽ ജഡ്ജസ് തമ്മിലുള്ള അടി, നോറയുടെ അടി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഈ എന്താ പറയുക, ഈ ടിക്കറ്റ് ഫിനാലയിലേക്ക് ബോണസ് കിട്ടുന്ന ഒരു സംഭവത്തിൽ ഈ ടാസ്കുകൾ കൊടുക്കണ്ടല്ലോ. അപ്പോൾ അതിൽ 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ടാസ്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതിൽ ടാസ്കിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് കളിക്കുന്ന ആളുകളല്ല ശരിക്കും പറഞ്ഞാൽ ഇതിൽ സ്കോർ ചെയ്യാൻ പോകുന്നത്. ഇതിൽ ജഡ്ജസ് ആണ് സ്കോർ ചെയ്യുക. അതായത് ഇവർക്ക് മൈൻഡ് ഗെയിം കളിക്കാനുള്ളൊരു സംഭവം അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അതിൽ ടാസ്കിൽ ഇറങ്ങി കളിക്കുന്നത് ഒരു വലിയ കാര്യമല്ല. കാരണം ജഡ്ജസിനെ തിരഞ്ഞെടുക്കും. ഇവരിൽ നിന്ന് തന്നെ ജഡ്ജസിനെ തിരഞ്ഞെടുക്കും. ജഡ്ജസ് വേണം പോയിന്റ് നോക്കിയിട്ട് അതിൽ സ്കോർ കൊടുക്കുക. അവർക്ക് ഏത് രീതിയിലും അവർക്ക് ചെയ്യാം, അൺഫെയറോ ഫെയറോ ഏത് രീതിയിലും. പക്ഷെ അവർ സ്കോർ നോക്കിയിട്ട് ആര് കയറി വന്നെന്നുള്ള രീതിയിൽ നോക്കി ജഡ്ജ് ചെയ്യേണ്ട ഒരു കോൺസെപ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ അത് ചിന്തിച്ച് കളിക്കാനുള്ള ഒരു ബുദ്ധിയുള്ള ഒരാൾ പോലും അതിൻ്റെ എത്തില്ല. ആകെ അതിൽ ആ പോയിന്റ് സ്കോർ നോക്കി കളിച്ച ഒരാൾ ജിൻഡോ ഉള്ളൂ.
ജിൻഡോ ആ ഒരു തലേണ ടാസ്കിൽ വന്നിട്ട് ഒരു 1 ട്വിസ്റ്റ് ഇറക്കി. അതായത് അവരുടെ ടീമിൻ്റെ കംപ്ലീറ്റ് തലേണയും ക്യാൻസൽ ചെയ്ത് എല്ലാം റിജക്ട് ചെയ്ത് അവരുടെ സ്കോർ ബോർഡിൽ നിന്ന് അവരെ താഴെ ഇറക്കിയതാണ്. അവിടെ ശ്രീതു വന്ന് ആ ഒരു സംഭവം ബ്രേക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ അതൊരു ഗെയിം ചേഞ്ചിങ് മൊമെൻ്റ് ആയി പോകണമായിരുന്നു. അതാണ് പറയുന്നത്, അവിടെ ജിൻഡോടൊപ്പം നിന്നും മൈൻഡ് ഗെയിം കളിക്കാൻ പറ്റിയ ഒരാളുമില്ല. ഇതേപോലൊരു നല്ലൊരു പ്ലെയറെ ഇത്രയും അടിച്ചമർത്തി കളഞ്ഞൊരു സീസൺ വേറെ ഇല്ല എന്ന് തന്നെ പറയണം. കാരണം പുള്ളിയെ കാണിക്കുന്നില്ല, പുള്ളിക്ക് കിട്ടുന്ന കണ്ടന്റുകൾ ഒരു തരത്തിൽ എപ്പിസോഡിൽ കൊണ്ടുവരുന്നില്ല. എല്ലാ രീതിയിലും പുള്ളിയെ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ അതിൻ്റെ അകത്ത് കളിക്കുന്ന കളി ഇത്രയും പോലും നമ്മളെ വളരെ അയാൾ ഇത്രയും അതിൻ്റെ അകത്ത് ഷോ ഇറക്കുന്നുണ്ടെങ്കിൽ ഇത്രയുമാണ് നമുക്കതിൽ എപ്പിസോഡിൽ ലൈവിലൊക്കെ കിട്ടുന്നത്. അത് വെച്ചിട്ട് ഇത്രയും വലിയൊരു ഫാൻ ബേസ് ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരാളാണ് ജിൻഡോ. അതിൽ എല്ലാ ഫാമിലിയും വന്നിട്ട് എല്ലാവർക്കും ജിൻഡോ ഇഷ്ടമാണ്, ഒരാൾ പോലും ജിൻഡോ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടില്ല. ആകെ എനിക്കൊന്ന് ശ്രീധുവിൻ്റെ അമ്മ മാത്രമാണ് തോന്നുന്നു ജിൻഡോയെ പറ്റി കാര്യമായിട്ടൊന്നും പറയുന്നത്. പക്ഷേ ശ്രീധുവിനെ സെപ്പറേറ്റ് വിളിച്ച് പറഞ്ഞു ജിൻഡോനെ പോലെ കളിക്കുന്നത്. അതിനുശേഷം ജിൻഡോൻ്റെ പുറകെ പോകുന്ന ശ്രീധുവിനെ നമ്മൾ കണ്ടായിരുന്നു. അതാണ് ജിൻഡോൻ്റെ ഒരു പ്രത്യേകത. ഈ ജാസ്മിനെ മാത്രം ഹൈലൈറ്റ് ചെയ്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നോറയുടെ ഒരു കാര്യം പറയാം. ഇന്നലെ നോറയും ജിൻഡോ തമ്മിൽ ഒരു അടിയുണ്ടായിരുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ലൈവിൽ. അവസാനം ബിഗ് ബോസ് വിളിച്ചു നോറയോട് പറഞ്ഞു, നോറ ഇതൊരു സ്പോൺസേഡ് ടാസ്ക്കാണ്, അല്ലാണ്ട് ഇതിന് പോയിന്റും കാര്യങ്ങളൊന്നുമില്ല, ഇതിൻ്റെ പേരിൽ കിടന്ന് അടി ഉണ്ടാക്കരുത്. അതിൽ പോലും ആ ഒരു പെങ്കൊച്ച് കിടന്ന് ഭയങ്കരമായിട്ട് വയലൻ്റ് ആയിട്ട് അങ്ങനെയല്ല ഇങ്ങനെയാണ് ഇതാണ്. നോറയുടെ ചില നേരത്തെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞ് മ്യൂട്ട് ചെയ്ത് വെക്കാന്നല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ല. എന്താ പറയുന്നതെന്ന് മനസ്സിലാവില്ല. ഒന്നാമത്തെ ഒരു ചീവിടിൻ്റെ സൗണ്ട് മാത്രമേ ഞാൻ കേൾക്കാറുള്ളൂ. അതും ഈ കാര്യമില്ലാത്ത കാര്യത്തിലേക്ക് കയറി ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അന്യായ വെറുപ്പിക്കലായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് ലാലേട്ടൻ വന്നിട്ട് നോറ എന്താണ് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം? നോറ ചിലപ്പോൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത സിറ്റുവേഷൻ ആയിരിക്കുള്ളൂ. അതിനെപ്പറ്റി ലാലേട്ടൻ വന്നിട്ട് നോറ ഇതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? ജാസ്മിൻ സുഖല്ലേ? ഇതാണ് വീക്കെൻഡ് എപ്പിസോഡ് നടക്കുന്നത്. അതുകൊണ്ട് ഈ സാറ്റർഡേ സൺഡേ വീക്കെൻഡ് എപ്പിസോഡ് ഇല്ലാത്തതുകൊണ്ട് വലിയ വിഷമമൊന്നുമില്ല. കാരണം അവർക്ക് വേണ്ടിയുള്ള എപ്പിസോഡുകളാണല്ലോ ഇപ്പോൾ കുറച്ച് വീക്കുകളായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നോറ ജാസ്മിൻ, ജാസ്മിൻ നോറ, നോറ ജാസ്മിൻ. പിന്നെ അതിൻ്റെ ഇടയിൽ അപ്സരയെ വലിച്ചിടും. അപ്സരയെ വലിച്ചിട്ടിട്ട് അപ്സരയ്ക്ക് സംസാരിക്കാനുള്ള സ്പേസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരെ നെഗറ്റീവ് ആക്കുക. കഴിഞ്ഞ വീക്കിലാണെങ്കിൽ അപ്സരയെ വിളിച്ചിട്ട് ഒരു ഇപ്പം നോറയും ജാസ്മിനും വിട്ട് കഴിഞ്ഞാൽ കൂടുതൽ സംസാരിക്കാനുള്ള സ്പേസ് കൊടുത്തത് അപ്സരക്കാണ്. കാരണം അപ്സര നല്ലൊരു പ്ലെയർ ആണെന്നുള്ള കാര്യം അവർക്കല്ലോ. പക്ഷേ അപ്സരയെ വെച്ച് അൻസിബയെ നെഗറ്റീവ് ആക്കുന്ന സിറ്റുവേഷനിലാണ് കഴിഞ്ഞ വീക്കിൽ പോയത്. കാരണം അൻസിബയുടെ ആ ഒരു പവർ റൂമിൽ ഉണ്ടായിരുന്ന അനീതികളെ പറ്റി സംസാരിക്കാനായിട്ട് ഉള്ള അവസരമാണ് അപ്സരയ്ക്ക് പിന്നെയും ബാക്ക് ടു ബാക്ക് പിന്നെയും കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ അപ്സരയ്ക്ക് ഒരുപാട് സംസാരിക്കുന്ന സ്പേസ് കൊടുത്തെങ്കിലും അവിടെ നെഗറ്റീവ് ആയത് അപ്സരയാണ്. അവിടെയും ജാസ്മിനും നോറയും ഇവരെല്ലാവരും സേവാണ്. ഈ വീക്ക് എവിക്ഷൻ ഇല്ല എങ്കിൽ ആ ഒഴിയാപാതയായ റസ്മിൻ അവിടെ തന്നെ ഉണ്ടാവുന്നതാണ്. എനിക്ക് ആ ഒരു കാര്യത്തിൽ മാത്രമേ വീക്കെൻഡ് എപ്പിസോഡ് നീട്ടിയതിൽ വിഷമമുള്ളൂ. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരുന്നത് റസ്മിൻ എന്നുള്ളൊരു കണ്ടസ്റ്റൻറ്റിൻ്റെ എവിക്ഷന് വേണ്ടിയിട്ടാണ്. കാരണം ഇതൊരു TV ഷോ ആണ്, ഇത് പേഴ്സണലി എടുക്കാൻ പാടില്ല എന്നൊക്കെ എനിക്കറിയാം. എന്നാലും എനിക്ക് ഈ ഒരു ഷോ കാണുമ്പോൾ അത് കറക്റ്റായിട്ട് എൻജോയ് ചെയ്യണമെങ്കിൽ ആ ഒരു ഫേസ് ഇല്ലാണ്ടിരിക്കണം. കാരണം ഇന്നലെ രാവിലെ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആരുടെ ഫാമിലിയിലേക്ക് വരുന്നതെന്നൊക്കെ അറിയായിട്ട് ലൈവ് ഓൺ ആക്കിയപ്പോൾ ഇവിടെ ഇന്ന് പാട്ട് പാടും കുറേ പേരെ വിളിച്ചിരുത്തിയിട്ട്. എന്നാൽ കേൾക്കാരെ സോള പാട്ടാണെങ്കിൽ ശരിയാണ്, എല്ലാവർക്കും പാട്ട് പാടാനുള്ള കഴിവുണ്ടാവില്ല. ഒരു തവണ പാടാം, 2 തവണ പാടാം. ഇതിപ്പോൾ സ്ഥിരമായിരിക്കുകയാണ്. രാവിലെ എല്ലാവരും കൂടി വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വരൂ നമുക്ക് പാട്ട് പാടാം എന്ന് പറഞ്ഞിട്ട് ഈ റസ്മിൻ എല്ലാവരും വിളിച്ചിരുത്തിയിട്ട് അപ്സര അങ്ങനെ കുറേ പേരെ വിളിച്ചിരുത്തിയിട്ട് പാടിയ പാട്ടുകൾ തന്നെ പിന്നെയും പാടി. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ ആ സമയത്ത് ലൈവ് ഓഫ് ചെയ്തതാണ്. പിന്നെ ഞാൻ ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കാരണം ഈ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണാൻ ത്രില്ലടിച്ച് നമ്മൾ പോയി ലൈവ് ഓണാക്കുമ്പോൾ ഇതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലൈവ് കാണാനുള്ള ഇൻട്രസ്റ്റ് പകുതി അപ്പം തന്നെ പോകും. അപ്പോൾ ഈ ഒരു കണ്ടസ്റ്റൻറ്റ്, ഈ റസ്മിൻ എന്നുള്ളൊരു യൂസ്ലെസ് കണ്ടസ്റ്റൻറ്റ്, ഞാൻ പേഴ്സണലി എടുത്ത് പറയല്ല, എനിക്കതിനെ കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പറയുകയാണ്. അതിൻ്റെ എവിക്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ വെയിറ്റ് ചെയ്തിരുന്നത്. വീക്കെൻഡ് എപ്പിസോഡ് നീട്ടി വെച്ചതുകൊണ്ട് ഇനി ലാലേട്ടൻ്റെ ബർത്ത്ഡേ വെച്ച് എല്ലാ തവണയും ഇതിനെ സേവ് ആക്കണ പോലെ ഈ വീക്കിലും റസ്മിനെ സേവ് ആക്കുമോ എന്നുള്ളൊരു കാര്യമാണ് ഡൗട്ട്. എന്തായാലും എവിക്ഷൻ ഉണ്ടാവും. എവിക്ഷൻ ക്യാൻസൽ ചെയ്യാൻ ചാൻസില്ല. കാരണം നോറ ഈ എവിക്ഷനിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ എവിക്ഷൻ ക്യാൻസൽ ആക്കില്ല. കാരണം ബാക്കിയുള്ള നോറ എവിക്ഷനിൽ വന്ന ടൈമിലൊക്കെ നോറ ഏറ്റവും ലാസ്റ്റ് വോട്ടിങ്ങിൽ ഏറ്റവും താഴെ പോയ ടൈമിലൊക്കെ എവിക്ഷൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോറ ഇത്തവണ എവിക്ഷനിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ എവിക്ഷൻ ക്യാൻസൽ ചെയ്യാനുള്ള ചാൻസ് ഇല്ല. ഇനി റസ്മിനെ സേവ് ആക്കാൻ വേണ്ടി എവിക്ഷൻ ക്യാൻസൽ ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. കാരണം ബിഗ് ബോസ് ഇപ്പോൾ അങ്ങനെയാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകരുടെ വോട്ടിനൊക്കെ ഒന്നും ഒരു വിലയില്ലാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് പ്രേക്ഷകർ വോട്ട് ചെയ്യണതിൻ്റെ ബേസിൽ തന്നെയാണ് പോകുന്നത്. അതിലൊരു ഇതില്ല. അതിന് പ്രത്യേക ഓഡിറ്റിംഗ് ടീമും എല്ലാം അവിടെ ഉണ്ട്. ഈ വോട്ടിംഗ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു ഓഡിറ്റിംഗ് ടീമും എല്ലാം അവിടെ ഉണ്ടെന്നുള്ള കാര്യം കറക്റ്റാണ്. പക്ഷേ ഈ എവിക്ഷൻ വേണോ വേണ്ടേ, എവിക്ഷൻ ക്യാൻസൽ ചെയ്യണോ നീട്ടി വെക്കണോ എന്നൊക്കെ ഉള്ളത് ഷോ ഡയറക്ടറിൻ്റെ കയ്യിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ പ്രേക്ഷകർ വോട്ട് ചെയ്യുമ്പോഴും അവിടെ പുറത്താവേണ്ട ആളുകളെ സേവ് ആക്കാനായിട്ട് ഔത്തുള്ള ആളുകൾക്ക് പറ്റും. അപ്പോൾ ഒരു കണ്ടന്റും ഇല്ലാത്ത ഈ ഇതുപോലെ ഇപ്പോൾ ശ്രീധുവിൻ്റെയും എന്താ പറയുക, ശ്രീധുവിൻ്റെ അർജുൻ്റെ ഇടയിൽ ഹംസമായിട്ട് ഇറങ്ങും. അവർ തമ്മിൽ അടിച്ച് പിരിഞ്ഞില്ല, അവർ തമ്മിൽ സംസാരിക്കുന്നില്ല നേരിട്ട്. അപ്പോൾ ശ്രീധു സ്വിച്ചിട്ട പോലെയാണ്. അമ്മയെ പേടിച്ചിട്ട് ഇനി അർജുൻ്റെ അടുത്ത് പോയി നിന്നായി രാത്രി അമ്മ എല്ലാം ലൈവ് പാത്തിട്ടിർക്ക് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ശ്രീധു അർജുൻ ഇതിലേ വരുമ്പോൾ ശ്രീധു അതിലേ പോകും. ഒരു കയ്യകലം പാലിച്ചൊക്കെ നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ശ്രീധുവിൻ്റെ ഗെയിം പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അമ്മ വന്നിട്ട് ആ ഒരു കോംബോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീധു നൈസായിട്ട് നെഗറ്റീവായി പോയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ശ്രീധു അത്
ഹാൻഡിൽ ചെയ്ത രീതി, അതായത് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നു പറഞ്ഞാൽ ആ ഒരു കോംബോ അമ്മക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. കോംബോ ഹിറ്റാണെന്നുള്ള കാര്യം ശ്രീധുവിന് അറിയാം, പക്ഷേ അമ്മക്ക് അത് ഇഷ്ടമല്ല എന്നുള്ളതിൻ്റെ പേരിലാണ് ശ്രീധു ആ ഒരു കോംബോ ബ്രേക്ക് ചെയ്തത്. അത് ഭയങ്കര പെട്ടെന്നായി പോയി. അത് പതുക്കെ, അതായത് ടൈം എടുത്ത് ചിന്തിച്ച് ചെയ്യേണ്ട ഒരു പരിപാടിയായിരുന്നു. അല്ലാണ്ട് ഒറ്റ അമ്മ ഒന്ന് പോയപ്പോൾ തന്നെ ഞാൻ അർജുനായിട്ട് മിണ്ടില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കുന്നത് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഈ ഇതെന്താണെന്നുള്ള ചിന്ത വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കോംബോ ബ്രേക്ക് ചെയ്തത്, ആ ബ്രേക്ക് ചെയ്ത രീതി, അമ്മ ഒന്ന് പറഞ്ഞ അപ്പോൾ തന്നെ ബ്രേക്ക് ചെയ്ത ആ ഒരു രീതി സത്യം പറഞ്ഞാൽ ശ്രീധുവിന് നെഗറ്റീവ് ആവാൻ ചാൻസസ്. സത്യം ശ്രീധുവിന് ഭയങ്കര വോട്ടിംഗ് ഉണ്ടായിരുന്നുണ്ട്, ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്രയും വോട്ട് കിട്ടിയൊരു കണ്ടസ്റ്റൻ്റാണ്. അതായത് നമ്മൾ ഓരോ ആളുകൾ ഓരോ കണ്ടസ്റ്റൻ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുമല്ലോ, ഇത്ര വോട്ട് അതിൽ പ്രതീക്ഷിക്കാത്ത അത്രയും വോട്ടുകൾ കിട്ടിയ ഒരാളാണ് ഈ ശ്രീധു എന്ന് പറയുന്നത്. വേറെ കാര്യമായ കണ്ടിട്ടൊന്നുമല്ല, ക്യൂട്ട്നെസ് കൊണ്ട് മാത്രം കിട്ടിയതാണ്. പിന്നെ ആ ഒരു ക്യാപ്റ്റൻസി വീക്കിലൊക്കെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തായിരുന്നു. അത് ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ കാര്യമായ കണ്ടന്റ് ഒന്നും ഇല്ലാത്ത ഒരാളാണ്, എന്നാലും ഒരുപാട് വോട്ട് കിട്ടിയ ഒരാളാണ്. അപ്പോൾ ആ ഒരു ആൾക്ക് ഇപ്പോൾ ഈ ഒരു വീക്ക് ഒരുപാട് നെഗറ്റീവ് ആവാൻ ചാൻസ്. ഫാമിലി വീക്കിൻ്റെ അവസാനത്തോട്ട് കൊണ്ടുവച്ചിരിക്കുന്ന ജാസ്മിൻ്റെ ഫാമിലി ആയതുകൊണ്ട് തന്നെ ജാസ്മിനെയാണ് അവർ മെയിനായിട്ട് നോക്കി കാണുന്നത്. ജാസ്മിൻ്റെ ഇപ്പോൾ നോറ, ജാസ്മിൻ, ഈ ഒരു ടീം, റസ്മിൻ, ഇവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ടീമുകളുടെയൊക്കെ ഫാമിലി ലാസ്റ്റ് കൊണ്ടുവച്ചത്. കാരണം അവസാനം ആരുടെ ഫാമിലി വരുന്നത് അതായിക്കോളും പ്രേക്ഷകരുടെ മനസ്സിൽ കൂടുതൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. കാരണം ഒരു ഫാമിലി വന്ന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി അടുത്ത ഫാമിലി വരുന്നത് വരെ ആ ഒരു ഇമ്പാക്റ്റ് നിലനിൽക്കുള്ളൂ. അപ്പോൾ ഈ അവസാനം വരുന്ന ഫാമിലികളുടെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ അതങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോകും. പിന്നെ അതിനുശേഷം വേറെ ഫാമിലി വരുന്നില്ല. അപ്പോൾ ലാസ്റ്റ് വരുന്ന ഫാമിലിക്ക് നല്ലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും ജാസ്മിൻ, നോറ ടീമുകളുടെയൊക്കെ ഫാമിലി ഇതുവരെ വരാത്തത്. അപ്പോൾ ഇന്നോ നാളെയൊക്കെ ആയിട്ട് അവരുടെ ഫാമിലി വരും. അപ്പോൾ എന്തായാലും അതൊക്കെ കണ്ടിട്ട് നമുക്ക് ഏത് രീതിയിലാണ് ഷോ ഡയറക്ടർ ഇവർക്ക് വേണ്ടിയിട്ട് ഫാമിലി വീക്ക് പ്ലാൻ ചെയ്ത് വെച്ചാൽ നോക്കി കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. അതുവരെ ബൈ.